ഇൻസെപ്ഷൻ എന്ന മൂവിയിൽ എൻ്റെ ക്ലൈമാക്സ് സീനിൽ മൈക്കിൾ കെയ്ൻ എന്ന ആക്ടർ ക്രിസ്റ്റഫർ നോളനോട് ചോദിച്ചു, ഈ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ റിയൽ ആണോ അതോ ഡ്രീം ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ക്രിസ്റ്റഫർ നോളൻ പറഞ്ഞു, ഇത് നിങ്ങൾ അഭിനയിച്ച സീനെല്ലാം റിയലാണ് മിസ്റ്റർ മൈക്കിൾ കെയ്ൻ എന്ന് ചോദിച്ചു. അതേപോലെ മമ്മൂക്ക അഭിനയിച്ച ലിജോ ജോസ് പല്ലിശ്ശേരി ചിത്രത്തിൽ നൻപകൽ നേരത്തുമായിട്ടോ അതിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഒരു ഡ്രാമ കളിച്ചാന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കൂടാതെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കൂടാതെ തമിഴന്റെ ആത്മാവ് കയറി കൂടിയതാണെന്ന ഒരു ഭാഗം പറയുന്നുണ്ട്. അതല്ലാതെ വേറെ പറയുന്ന ഒരു ഭാഗക്കാരുണ്ട്. ഇതിലെ മമ്മൂക്ക എന്നൊരു സിനിമാ പ്രേമി ആ സിനിമ കണ്ടതിന് ശേഷം ലിജോയോട് ചോദിച്ചിട്ടുണ്ടോ, ഇത് ഏതാണ് ലിജോ എന്റെ ട്രാക്ക്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ട്രാക്ക് ഏതാണെന്ന് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. ലിജോ സാറ് ഒരു ഉത്തരം ഓഡിയൻസിൽ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് മമ്മൂക്കടി ചോദിക്കേണ്ടി വന്നത്. എന്നോട് പറഞ്ഞില്ല, പുള്ളി എന്നോട് പറയുക. അതങ്ങനെ ഒരു സിനിമയായിട്ട് തന്നെ കാണണം. നമ്മുടെ ഒരു എന്താ പറയുക, ആ സിനിമ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായിട്ടുള്ള സിനിമയാണ്. ഈ സിനിമ മലയാളത്തിൽ മാത്രമേ വരൂ. ഇവിടെ ക്രിസ്റ്റഫർ നോളനൊന്നും ഇല്ലല്ലോ. നമ്മുടെ ആൾക്കാർ ചെറിയൊരു ഭാവം. എന്നാലും മമ്മൂക്ക പ്രൊഡ്യൂസർ കൂടിയാണല്ലോ. അപ്പോൾ മമ്മൂക്ക ഓൾറെഡി ഒരു സംശയം ചോദിക്കുമല്ലോ. സത്യം പറയാൻ ഞാൻ ചോദിച്ചില്ല. ഗൗതം സാർ ചെയ്യുന്ന എല്ലാ പടങ്ങളിലും എപ്പോഴും ഒരു യൂണീക്കായിട്ട് സാറിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സാർ എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റ്സ് എപ്പോഴും നമ്മൾ സ്ക്രീനിൽ കാണാറുണ്ട്. ഡൊമിനിക്കിൽ അങ്ങനെ ഒരു മൊമെന്റ് ഏതായിരിക്കും? സാറ് തന്നെ ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രസൻസ് അവിടെ ഉണ്ടാവുന്നു. ക്യാരക്ടറായിട്ടാവാം, അല്ലെങ്കിൽ വന്നു പോകുന്ന ഒരു മൊമെന്റ് ആയിരിക്കാം. ഉണ്ട്. സാറ് അത് എൻജോയ് ചെയ്ത ഏത് മൊമെന്റ് ആയിരുന്നു? അല്ല, അത് ഫസ്റ്റ് ഞാൻ ഈ പ്രോപ്പറായിട്ട് ആക്ടിങ് അതിന് മുമ്പ് ഞാൻ ചെറിയൊരു എന്തെങ്കിലും ഒരു ഹീറോയുടെ പിന്നിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. അതൊരു സെലിബ്രേഷനായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പടത്തിൽ നോക്കിയാൽ സാർ ഇങ്ങനെ ഒരു സ്ലോ മോഷൻ ഷോട്ട് നടന്നത് ഞാൻ എൻ്റെ കാർഡ് അവിടെ വേണമെന്ന് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടതാണ്. അതാണ് എൻ്റെ സെലിബ്രേഷൻ മൊമെന്റ്. സാർ ഇസ് വാക്കിംഗ് ഇൻടു മൈ ലൈഫ്. മമ്മൂക്കയുടെ ആക്ടിങ്ങിനെ പറ്റി മാജിക്കലാണ്, അൺപ്രഡിക്റ്റബിൾ ആണെന്നൊക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മമ്മൂക്കയിൽ കണ്ട ഏറ്റവും മാജിക്കൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതായിരിക്കും? കുറേ ഉണ്ട് പടത്തിൽ, 100% കുറേ ഉണ്ട്. എൻ്റെ എവറി മൊമെന്റ് ഞാൻ എൻ്റെ ടീമിനടുത്തും പറയും. ഞാൻ ഇങ്ങനെ കോൺഷ്യസ്ലി ഞാൻ കുറേ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ബിക്കോസ് എന്ത് എക്സ്പ്രസ് ചെയ്താലും സാർ സൂപ്പർ എന്ന് പറയാൻ സാർ സോ ഐ കെപ്റ്റ് ഓൾ ദാറ്റ് ടു മൈസെൽഫ് ആൻഡ് വി ഡിസ്കസ്ഡ് എക്സ്റ്റെൻസീവ്ലി. ഈ സാറ് ചെയ്തത് നമ്മൾ എഴുതാൻ പറ്റില്ല. ഇത് നമ്മൾ ഡയലോഗായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് സ്ക്രീൻ പ്ലേ ആയിട്ട് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഇങ്ങനെ ചെയ്യും നമ്മൾ പ്ലാൻ, അത് നമുക്ക് ഒരു എക്സ്പെക്ട് ചെയ്യാനേ പറ്റില്ല. ഒരു ചെറിയ എക്സാമ്പിൾ, അത് കണ്ടില്ലേ പോലീസ് അടിയും ലോക്കും, അത് ഞാൻ എൻ്റെ ഒരു സപ്പോർട്ടിങ് ആക്ടാണ് ഞാൻ ചെയ്യുമ്പോൾ കണ്ടില്ലേ പോലീസ് അടിയും ലോക്കും ഞാൻ അങ്ങനെ ചെയ്തിരിക്കും. സാർ ചെയ്യുന്നത് അത് വേറെ. നിങ്ങൾ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത്. കണ്ടില്ലേ ആ പോലീസ് അടിയും ആ ലോക്കും ഫോർ വന്നിട്ട് അത് മിനിറ്റ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡ് ടോക്കിംഗ് അബൌട്ട്. അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. സോ ഐ എൻജോയ് എവറി മൊമെന്റ്. ഐ ലുക്ക് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഡേ ഷൂട്ട്. ഐ ഡിഡ് നോട്ട് ലെറ്റ് ഹിം ഗോ ഇൻ 45 days ആക്ച്വലി. പിന്നെ ഇതൊക്കെ മമ്മൂക്ക എന്ന വിസ്മയം മലയാളികൾക്ക് എന്നും അത്ഭുതമല്ല. അതിപ്പോഴും എപ്പോഴും എന്താ പുതുമയോടെ നമ്മൾ കാണുന്ന ഒരാളാണ്. അപ്പം ഒരേ സ്ക്രീൻ സ്പേസിൽ നമ്മൾ കാണുമ്പോൾ ഉണ്ടത് അടുത്തത് എന്തെന്നുണ്ടാകുന്നൊരു മൊമെന്റ് ഉണ്ടല്ലോ. ഇനി തന്നെ മമ്മൂക്ക എന്ന വിസ്മയം ഒരേ സ്പേസിൽ അനുഭവിച്ചപ്പോൾ ഇത്രയും വർഷമായിട്ട് ഞാൻ വന്ന സമയം മുതൽ അനുഭവിക്കുന്നതാണ്. സോ ഇറ്റ്സ് വെരി വെരി ഇത്രയുള്ള ഞാൻ പറഞ്ഞു വന്നിട്ടില്ല. അതായത് മെസ്മറൈസ്ഡ് ആയിട്ട് ഓരോ പ്രാവശ്യം അത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടുതൽ എല്ലാ ആക്ടേഴ്സും ഇതിനാണ് ഷെയർ ചെയ്യുക. ഈ പടത്തിലും അതേപോലെ ഇപ്പം ഞാൻ ബാവൂട്ടി ചെയ്യുമ്പോഴും മമ്മൂക്കയുടെ ഒരു പ്രിപ്പറേഷൻ, അദ്ദേഹം ആ ക്യാരക്ടറായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്, അതിനങ്ങനെ ഒരു ദിസ് ഇസ് മൈ ഹംബിൾ ഒബ്സർവേഷൻ ആസ് എൻ ആക്ടർ. ജസ്റ്റ് വളരെ നാച്ചുറലായിട്ട് അദ്ദേഹം അത് കൊണ്ടുവരുന്നു ആ പെർഫോമൻസിൽ. അത് ഈ പടത്തിലും എനിക്ക് ഇൻറ്റൻസായ 2-3 സീക്വൻസസ് ഉണ്ട്. അത് വളരെ എൻജോയ് ചെയ്തിട്ട് ഞാൻ മോർ ദൻ ആ സീൻ ഐ വാസ് എൻജോയ് മമ്മൂക്കാസ് പെർഫോമൻസ് ആൻഡ് ലേണിംഗ് ഫ്രം ദാറ്റ്. ലൈക്ക് ഹൗ ഗൗതം സർ സെഡ്, ആ ഇന്റർപ്രിറ്റേഷൻസ് ഒക്കെ സ്പാർക്സ് ഓഫ് ബ്രില്യൻസ് ദാറ്റ് ഓൾ ആക്ടേഴ്സ് ഷുഡ് ഒബ്സർവ്. അത് ഈ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഡയലോഗ് വെൻഡിഷൻ ആയാലും അതിലെ ബോഡി ലാംഗ്വേജ് ആയാലും ആ ക്യാരക്ടർ അത്. ആൻഡ് വെൻ ഇൻ ദ ഹോൾ വെൻ യു സീ ദാറ്റ് ഫിലിം, ദാറ്റ് ഇസ് വെൻ യു ജസ്റ്റ് ആ character Dominic കൂടെ you just travel with all these different characters. That is the power of Mammootka. So അത് ഒരു ഭാഗ്യമാണത്. ആക്ച്വലി നമ്മളിപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ അദ്ദേഹത്തിനെ ഒബ്സർവ് ചെയ്യാൻ
So definitely thanks to Almighty, another blessing.